ഹായ് ഗൈസ്, നമ്മളെ CCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനടുത്തുള്ള ഗാന്ധി പ്രതിമേൻ്റെ മുന്നിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സർവത്വങ്ങളൊക്കെ പുതുക്കി എല്ലാവർക്കും 3 ക്ലബിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ജേഴ്സിയൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മളെ റൈഡ് സ്പോൺസർ ചെയ്യുന്നത് മൈത്ര ഹോസ്പിറ്റലാണ്. അങ്ങനെ എല്ലാവരും ലൈനപ്പ് കഴിഞ്ഞ് നിന്ന് ബാബുക്ക റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. You stole my heart of gold after my silver soul. Can you dig any deeper now? I gave you all I own, put you on. അങ്ങനെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് റൈഡ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് CQൻ്റെ മുമ്പിലുള്ള രക്തസാക്ഷി മണ്ഡപം റൗണ്ട് അടിച്ച് കഴിഞ്ഞ് നേരെ റൈഡ് പോകുന്നത് ബട്ട് റോഡ് വഴി നേരെ മൈത്ര ഹോസ്പിറ്റലിലേക്കാണ്. Cause I'm done cleaning up your mess, found myself in my regrets. I've become a little stronger now, a little stronger now. You know I'm too generous. Now I've learned to never help you out. Cause I'm done cleaning up your mess, found myself in my regrets. I've become a little stronger now, a little stronger now. taking the world, you'll see. They'll be calling
അങ്ങനെ എല്ലാ സൈക്ലിസ്റ്റുകളും ചവിട്ടി നേരെ എത്തിയത് മൈത്രൻ്റെ നേരെ മുന്നിലാണ്. മൈത്ര ഹോസ്പിറ്റലിലെ അവിടുത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫും സെക്യൂരിറ്റിയും എല്ലാവരും കൂടിയിട്ട് ഒരു പരേഡും അത് കഴിഞ്ഞ് നമ്മളെ ഫ്ലാഗും ഒരു മധുര വിതരണവും അതിലൊക്കെ നമ്മൾ സൈക്ലിസ്റ്റുകളും എല്ലാവരും പങ്കെടുത്ത് വളരെ ഹാപ്പി ആയിക്കൊണ്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. അങ്ങനെ ക്ലബിൻ്റെ ഗ്രൂപ്പ് റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ തീരദേശത്തു കൂടെ ഞാനും എൻ്റെ ഒപ്പമുള്ള റൈഡർ റിഷാദ് ഉണ്ട്. റിഷാദ് അവൻ്റെ ക്ലബിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ റൈഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു ദൂരം ചവിട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. ഞാനും അവന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തീരദേശത്തൂടെ നല്ലൊരു ക്ലൈമറ്റും നല്ല ആ ഒരു വ്യൂവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ബേപ്പൂര് ലക്ഷ്യമാക്കിക്കൊണ്ട് ഏറ്റവും തീരദേശത്തൂടെ വരുന്ന ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെ ഞങ്ങളങ്ങനെ ചവിട്ടി ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. മാറാട് അതിലിങ്ങനെ റൂട്ടിലൂടെ ചവിട്ടി നേരെ ഞങ്ങൾ ഗോദീശ്വരം ബീച്ചിലെത്തി. ഗോദീശ്വരം ബീച്ച് കുറച്ചൊരു ഹിഡനായിട്ടുള്ള, അതായത് നല്ല മരങ്ങളും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി ഒരു ബീച്ചാണ്. ഏകദേശം ഒരു ഗോവ ഫീലിംഗ് ഒക്കെ വരും. മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അവിടുന്ന് ബേപ്പൂർക്ക് ഡയറക്റ്റ് റോഡുകൾ കുറവാണ്. അപ്പോൾ അത് കാരണം ഈ കാറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം പാസ് ചെയ്ത് വരില്ല. അവിടേക്കായിട്ട് തന്നെ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു, തണലത്തൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് ബേപ്പൂര് ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ ചവിട്ടി. ഈ ഒരു തീരദേശത്തു കൂടെ പോകുമ്പോൾ അവിടെ റോഡ് തീരുന്നുണ്ട് കുറച്ച് സ്ഥലത്ത്. അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ചെറിയൊരു പാലവും അത് പാസ് ചെയ്തിട്ട് അടുത്ത റോഡിലേക്ക് കയറണം. അപ്പോൾ ഒരു ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈക്കിളായതുകൊണ്ട് നമുക്കതിലിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ബേപ്പൂര് റൂട്ടിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അതിൽ ഞങ്ങൾ മെല്ലെ സൈക്കിളെടുത്ത് ഉരുട്ടി അങ്ങനെയാണ് നമുക്ക് ആ റോഡ് പാസ് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ബേപ്പൂര് ഞങ്ങൾ എത്തിയതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ ജങ്കാറിലൊക്കെ സൈക്കിൾ കയറ്റി വെറുതെ ഒരു രസത്തിന് ഒരു എക്സ്പീരിയൻസ് കിട്ടാതെ ഉള്ളൂ. സൈക്കിൾ ജങ്കാറിലൊക്കെ കയറ്റി ഞങ്ങൾ അപ്പുറം ചാലിയം ഭാഗത്തേക്ക് പോകാൻ, അതായത് ബേപ്പൂർ ഇപ്പോൾ റിന്യൂവേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മൗണ്ടിലേക്ക് നമുക്ക് സൈക്കിൾ കയറ്റാൻ പറ്റില്ല. സൈക്കിൾ പുറത്ത് വെച്ചിട്ട് നടന്ന് പോകാനേ പറ്റും. പക്ഷേ ചാലിയം ഭാഗത്ത് അങ്ങനെയല്ല. ചാലിയം ഭാഗത്ത് നമുക്ക് ആ പുലിമൂട്ടിൻ്റെ അറ്റം വരെ സൈക്കിളുമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്ത് പുഴയൊക്കെ നല്ലതുപോലെ ചാലിയാറൊക്കെ കലങ്ങി
തമർന്ന് കിടക്കുകയാണ് മഴ ആയത് കാരണം. അങ്ങനെ ഞങ്ങൾ ചാലിയം പുലിമൂട്ടിലേക്ക് വീണ്ടും ചാലിയത്തേക്ക് 2-3 പ്രാവശ്യം റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇന്ന് നല്ല കളർ ഫുള്ളായിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ നല്ല ഗ്രീനും റൈറ്റ് സൈഡിൽ നല്ല ഓറഞ്ച് കളറും ആയിട്ട് അടിപൊളി ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി 11:30 മണി ആ ടൈമിന് നല്ല ഒരു വെളിച്ചവും കാര്യവും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് അതിലിങ്ങനെ റൈഡ് ചെയ്ത് പുലിമൂട്ടിൻ്റെ അറ്റം വരെ പോയി. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Yeah. Unknown Brain, Marvin Devine. I'm saying bye to all the lies and all the times you cried, saying that I wasn't right, yet I was right by your side. You manipulator, playing games, your friends commentators, and I don't know what you say about our private conversations, but it's got them hating. Thanks to all the rumors you be claiming, it's cool, I'm done with you, so they can throw you a celebration. You gon' hate it when you see me with somebody living better. അങ്ങനെ ചാലിയത്ത് നിന്ന് ഞങ്ങൾക്ക് അടിപൊളി ഒരു ഫുഡ് കിട്ടി. ഫുഡ് പറഞ്ഞാൽ നല്ല അയക്കുറ പൊരിച്ചതും നാടൻ ചോറും അതൊക്കെ കഴിച്ച് അതിന് ശേഷം കുറച്ച് മുക്കുവന്മാരുണ്ട് തോടിയൊന്നുമില്ലാതെ മീൻ പിടിക്കുന്നു. അങ്ങനെ അത് കുറച്ച് വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് മെല്ലെ തിരിച്ച്. അപ്പോൾ ചെറിയ ചെറിയ റൈഡുകൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളത് വർക്കൗട്ടും അത് ചവിട്ടും ആ ഒരു ഫുഡിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഒരു ഹാഫ് ഡേ ഒക്കെ നമ്മളിങ്ങനെ ഒരു ആഘോഷമാക്കി എടുക്കുമ്പോൾ സൈക്ലിങ്ങിനോട് നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു ആഗ്രഹവും ആ ഒരു കൺസെപ്റ്റും ഒക്കെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സൈക്ലിങ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൂറിങ് മോഡലിൽ ചെയ്യാൻ പറ്റും. ടൂറിങ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ദൂരങ്ങൾ പോകാൻ ആഗ്രഹം ഉണ്ടാവുക. അപ്പം താങ്ക് യു വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.